പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ നല്ല വചന ശുശ്രൂഷ നമ്മുടെ സോനിയയിൽ നിന്ന് കേട്ടുവെങ്കിലും ദൈവത്തിന്റെ ആത്മാവ് തന്ന ഒരു വചനം പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. രണ്ട് രാജാക്കന്മാർ വേഗത്തിൽ ഞാനത് പറഞ്ഞിട്ട് കർത്താവിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞത് ഷൂനമേറ്റിന്റെ കാര്യം പറയാൻ. ഷൂനേംകാരത്തി എന്ന് പറഞ്ഞ ആ ഒരു ലേഡിയെ പറ്റി പറയാൻ ദൈവത്തിന്റെ ആത്മാവിനോട് സംസാരിച്ചത് കൊണ്ട് ഞാനത് പെട്ടെന്ന് വായിക്കുന്നു. രണ്ട് രാജാക്കന്മാർ 4:16 തൊട്ട് ഞാൻ വായിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ചില വാക്യങ്ങൾ വിട്ട്. അല്ലേ, അപ്പോൾ അവൻ വരുന്ന ആണ്ടിൽ ഈ സമയമാകുമ്പോഴത്തേക്ക് നീ ഒരു മകനെ അണച്ചുകൊള്ളുമെന്ന് പറഞ്ഞു. അതിനവൾ, അല്ല, ദൈവപുരുഷനായ എന്റെ യജമാനനെ നീ അടിയനോട് ഭോഷ്ക് പറയരുത് എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ഈ സ്ത്രീയെ പറ്റി വളരെ എല്ലാവർക്കും അറിയാവുന്ന ഒരു ധനികയായ ഒരു സ്ത്രീയായിരുന്നു. അവള് പറയുന്നത്, ഞാൻ സ്വജനത്തിന്റെ നടുവിൽ പറക്കുന്ന ഒരു സ്ത്രീയാണ്. അവ അവൾക്ക് എന്ത് വേണോന്ന് ചോദിച്ചപ്പം അവള് ഒന്നും വേണോന്ന് പറഞ്ഞില്ല, ഈ കുഞ്ഞിനെ വേണമെന്ന് ഒന്നും പറഞ്ഞില്ല. പക്ഷെങ്കിൽ പിന്നീട് ഗേഹസി എടുത്ത് പറഞ്ഞു അവൾക്ക് എന്താ ഒരു ആവശ്യമുള്ളതെന്ന് ചോദിച്ചപ്പം ഗേഹസി പറയുകയാണ് അവൾക്ക് ഈ ഒരു കുഞ്ഞിനെ ആവശ്യമുണ്ട്. അപ്പൊ അവിടുത്തെ ആ ഒരു നീഡ് ഒന്നാമതായിട്ട് ഈ പ്രവാചകൻ കണ്ടു. ഹല്ലേലൂയ സ്തോത്രം. പ്രവാചകനല്ല, പ്രവാചക ശിഷ്യൻ കണ്ടു, പ്രവാചകനെ അറിയിച്ചു. ഹല്ലേലൂയ സ്തോത്രം. അപ്പം ഇവള് ചോദിക്കാതെ തന്നെ കൊടുത്ത ഒരു ഗിഫ്റ്റാണ്. ആമേൻ. അതുകൊണ്ടാണ് അവള് പറഞ്ഞത്, എന്റെ യജമാനെ അടിയനോട് ഭോഷ്ക് പറയരുത് എന്ന് പറഞ്ഞു. ആ സ്ത്രീ ഗർഭം ധരിച്ച് പിറ്റേ ആണ്ടിൽ എലീശ അവളോട് പറഞ്ഞ സമയത്ത് തന്നെ ഒരു മകനെ പ്രസവിച്ചു. അപ്പം ഇവിടെ നമുക്ക് കാണുകയാണെങ്കിൽ ഈ സ്ത്രീ അവളെ തന്നെ ലിമിറ്റ് ചെയ്തു. കാര്യം മുൻപുള്ള സമയങ്ങളിലൊന്നും അവൾക്ക് ആഗ്രഹിച്ചതായ രീതിയിൽ ആ ഒരു ഇത് ലഭിച്ചില്ല, അല്ലേ? ആ ഒരു റിവാർഡ് ലഭിച്ചിട്ടില്ല, ഒരു കുഞ്ഞിനെ ഉണ്ടായിട്ടില്ല. അപ്പൊ എത്ര വർഷം ഇവര് കുഞ്ഞില്ലാതെ ഇരുന്നു ഒന്നും എനിക്കറിയില്ല, ഞാൻ ഹിസ്റ്ററി ഒന്നും വായിക്കാനുള്ള സമയം കിട്ടിയില്ല. പെട്ടെന്ന് ദൈവാത്മാവ് ഈ ഒരു ഇത് ഒന്ന് ധ്യാനിക്കാൻ പോലും എനിക്ക് സമയവും കിട്ടിയില്ല. ഹല്ലേലൂയ സ്തോത്രം. അപ്പം എത്ര നാളോ അവര് വെയിറ്റ് ചെയ്തു. പക്ഷെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് അവളോട് ഒരു പുതിയൊരു സംഭവം ഞാൻ ചെയ്യുകയാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവൾക്ക് വിശ്വസിക്കാനായിട്ട് കഴിഞ്ഞില്ല. പക്ഷെ എങ്കിലും ഇവളുടെ ആ നല്ല പ്രവൃത്തി കണ്ട് ഈ പ്രവാചകൻ പറയുകയാണ്, അടുത്ത വർഷം നിനക്കൊരു കുഞ്ഞുണ്ടാകും. ഹല്ലേലൂയ സ്തോത്രം. പിന്നീട് നമുക്ക് കേൾക്കേണ്ടത്, ബാലൻ വളർന്നപ്പോൾ ഒരു ദിവസം അവൻ കൊയ്ത്തുകാരോടുകൂടെ ഇരുന്നു തന്റെ അപ്പന്റെ അടുക്കൽ ചെന്നു. അവൻ അപ്പനോട്, എന്റെ തല, എന്റെ തല എന്ന് പറഞ്ഞു. അവൻ ഒരു ബാല്യക്കാരനോട്, ഇവനെ എടുത്ത് അമ്മയുടെ അടുക്കൽ കൊണ്ടുപോക എന്ന് പറഞ്ഞു. അവൻ അവനെ എടുത്തു അവന്റെ അമ്മയുടെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ ഉച്ചവരെ അവളുടെ മടിയിൽ ഇരുന്ന ശേഷം മരിച്ചുപോയി. ആമേൻ സ്തോത്രം. നമുക്ക് പ്രത്യേകമായിട്ട് കാണേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സ്ത്രീ ആ ദൈവപുരുഷനോട് പ്രത്യേകമായിട്ട് പറഞ്ഞാണ്, എന്നെ ചതിക്കരുത്, ഇല്ലെങ്കിലും വേണ്ടില്ല, എന്നെ ചതിക്കരുത്. ഹല്ലേലൂയ. പക്ഷെങ്കിൽ അവളുടെ പറയാതെ തന്നെ അവൾക്ക് ഒരു ഗിഫ്റ്റ് കൊടുത്തു. പക്ഷെ ഇത് നാണ്ട് പെട്ടെന്ന് മരിച്ചുപോയി. ഹല്ലേലൂയ, ഇല്ലാതെയായിപ്പോയി. അപ്പോൾ ആം, ആ, അവൻ അവനെ എടുത്ത് അവന്റെ അമ്മയുടെ അടുത്ത് കൊണ്ടുവന്നു. അവൻ ഉച്ചവരെ അവളുടെ മടിയിൽ ഇരുന്ന ശേഷം മരിച്ചുപോയി. കുഞ്ഞ് മരിച്ചുപോയി. ഞാൻ പെട്ടെന്ന് പറയുകയാണെ, അതുകൊണ്ടാണ് ഞാൻ ഒന്നും ഇലാബറേറ്റ് ചെയ്യേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്റ്റോറിയാണ്. അപ്പോൾ അവൾ കയറി ചെന്ന് അവനെ ദൈവപുരുഷന്റെ കട്ടിലിന്മേൽ കിടത്തി വാതിലടച്ച് പുറത്തിറങ്ങി. പിന്നെ അവൾ തന്റെ ഭർത്താവിനെ വിളിച്ചു. അപ്പൊ ഞാൻ ചിന്തിക്കുകയായിരുന്നു, ഈ സ്ത്രീക്ക് എന്തുമാത്രം ധൈര്യമുണ്ട്. അവൾ ഒരു വചനം, ഹല്ലേലൂയ, കേട്ടത് വിശ്വസിച്ച ഒരു സ്ത്രീ. വിശ്വസിക്കാതെ ലഭിച്ച ഒരു കാര്യമാണ്. അപ്പം അവൾക്ക് ഒരു വാക്കറിയാം. ഈ പ്രവാചകൻ പറഞ്ഞു, ഇത് നിനക്കൊരു കുഞ്ഞുണ്ടാകും. അപ്പം അവൾ ഒരു വാക്ക് അവനോട് പറഞ്ഞു, നീ എന്നെ ചതിക്കരുത്. ഹല്ലേലൂയ. അപ്പൊ ആ ഒരു വിശ്വാസത്തിന്റെ പേരിലാണ് അവൾ ഈ ദൈവപുരുഷന്റെ കട്ടിന്മേൽ കിടത്തി ഈ വാതിൽ അടച്ച് പുറത്തിറങ്ങി. ഹല്ലേലൂയ. അപ്പം നമ്മളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈവത്തോട് നിന്ന് ചില കാര്യങ്ങളൊക്കെ ആഗ്രഹിച്ച് ലഭിക്കുമ്പോൾ, ഹല്ലേലൂയ സ്തോത്രം, ചിലപ്പോൾ നമ്മൾ ചോദിക്കാതെ തന്നെ ലഭിച്ച ഒരു കാര്യമായിരിക്കാം. പക്ഷെ അത് നമ്മളിൽ നിന്ന് എടുത്തുകൊള്ളപ്പെടുമ്പോൾ ഒരു കാര്യം ചിന്തിച്ചോണം, നീ ഒരു വാക്ക് ദൈവത്തോട് പറഞ്ഞത് നീ ഓർത്തോണം. ഹല്ലേലൂയ സ്തോത്രം. എന്താണ് അവൾ പറഞ്ഞത്? നീ എന്നെ ചതിക്കരുതെന്ന്. ഹല്ലേലൂയ സ്തോത്രം. പിന്നെ അവൾ തന്റെ ഭർത്താവിനെ വിളിച്ചു.
ഞാൻ വേഗത്തിൽ ദൈവപുരുഷന്റെ അടുക്കലോളം പോയി വരേണ്ടതിന് എനിക്കൊരു ബാല്യക്കാരനെയും ഒരു കഴുതയെയും അയച്ചു തരണമേ എന്ന് പറഞ്ഞു. അതിനെ അവൻ, ഇന്ന് നീ അവന്റെ അടുക്കൽ പോകുന്നത് എന്തിന്? ഇന്ന് അമാവാസ്യയല്ല, ശബത്തും അല്ലല്ലോ എന്ന് പറഞ്ഞു. വേണ്ടതില്ല എന്ന് അവൾ പറഞ്ഞു. അപ്പൊ നമ്മള് വല്ലവരും ആയിരുന്നെങ്കിൽ എന്ത് ചെയ്തേനും? ഈ ഭർത്താവിനെ ആദ്യം വിളിച്ച് യുനോ എങ്ങനെയെങ്കിലും ഈ ദൈവപുരുഷന്റെ അടുക്കിലേക്ക് വിടുവോ, അല്ലെങ്കിൽ ഓടിച്ചെന്ന് കരഞ്ഞ്, അച്ഛാ നമ്മുടെ കുഞ്ഞു മരിച്ചുപോയി, ഇനി എന്താ നമ്മൾ എത്രയും ശബ്ദം ഉണ്ടാക്കാമോ അത്രയും ഉറക്കെ നമ്മൾ കരഞ്ഞ് നമ്മൾ ലോകത്തുള്ള എല്ലാവരെയും ഇളക്കിക്കൊണ്ട് വരും. പക്ഷെ ഈ സ്ത്രീ അങ്ങനെയല്ല ചെയ്തത്. ഇവള് ആ കൊച്ചിനെ അവിടെ കൊണ്ട് കിടത്തിച്ച് ആ ഭർത്താവിനോട് പോലും പറയാതെ അവൾ കഴുതപ്പുറത്ത് കോപ്പിട്ട് കയറി ബാല്യക്കാരനോട് നല്ലവണ്ണം തെളിച്ചു വിടുക, ഞാൻ പറഞ്ഞല്ലാതെ വഴിയിൽ എവിടെയും നിർത്തരുത് എന്ന് പറഞ്ഞു. അവൾ ചെന്ന് കർമ്മേൽ, അപ്പൊ അതിനകത്ത് ഒരു പോയിന്റ് ഉണ്ട്. ഹല്ലേലൂയ. അവൾ പറയുക, ഞാൻ പറഞ്ഞല്ലാതെ വഴിയിൽ എവിടെയും നിർത്തരുത് എന്ന് പറഞ്ഞു. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ അവൾ ഒരു ഫോക്കസ് ആയിട്ട് ഇരിക്കുകയാണ്. ഇവിടെ ദൈവത്തിൽ നിന്നൊരു കാര്യം പ്രാപിക്കണം, അല്ലെങ്കിൽ ഈ പ്രവാചകനിൽ നിന്നൊരു കാര്യം പ്രാപിക്കണം എന്നുള്ളതായ ആ ഫോക്കസ് തെറ്റാതിരിക്കാനാണ് അവൾ പറഞ്ഞത്, എങ്ങും നിർത്തരുതെന്ന്. ഹല്ലേലൂയ, സ്തോത്രം. നമ്മളും പലപ്പോഴും എന്താ ചെയ്യുന്നത്? നമ്മൾ പലയിടത്തും നിർത്തി ഒരു പോകുന്ന വഴിക്ക് ഒരു 15 പേരോടും പറയും, എന്റെ കൊച്ചു മരിച്ചുപോയി, എന്റെ കൊച്ചു മരിച്ചുപോയി എന്നല്ലേ. അവള് പറയാ, എങ്ങും നിർത്തരുത്, നേരിട്ട് ചെന്ന് ഹല്ലേലൂയ അവിടെ ചെല്ലുന്നു. ആമേൻ. അവൾ ചെന്ന് കർമ്മേൽ പർവ്വതത്തിൽ ദൈവപുരുഷന്റെ അടുക്കിലെത്തി. ദൈവപുരുഷൻ അവളെ ദൂരത്ത് കണ്ടപ്പോൾ തന്റെ ബാല്യക്കാരന്റെ ഗേഹസിയോട്, അതാ ശൂനേംകാരത്തി വരുന്നു, നീ ഓടിച്ചെന്ന് അവളെ എതിരേറ്റ്, സുഖം തന്നെയോ, ഭർത്താവ് സുഖമായിരിക്കുന്നുവോ, ബാലന് സുഖമുണ്ടോ എന്ന് അവളോട് ചോദിക്കണം എന്ന് പറഞ്ഞു. സുഖം തന്നെ എന്ന് അവൾ പറഞ്ഞു. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ നമ്മൾ കണ്ടോ? ഹല്ലേലൂയ. അവളോട് ഇവിടെ എന്തോ സുഖം? കൊച്ചു മരിച്ചു കിടക്കുക അവിടെ. അവളോട് ചോദിച്ചപ്പോ അവള് പറയാണ്, എനിക്ക് സുഖം തന്നെ. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. അവൾ പർവ്വതത്തിൽ ദൈവപുരുഷൻ. അപ്പൊ അത് വേറൊരു പോയിന്റ് ആണ്. നമ്മളുടെ ജീവിതത്തിൽ ഒത്തിരി പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്കൊരു പോസിറ്റീവായിട്ട് ആൻസർ പറയാനുള്ളതായ ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തോട്. പലപ്പോഴും നമുക്ക് അതിന് സാധിക്കത്തില്ല. നമ്മുടെ ശരീരത്തിൽ രോഗമുള്ളപ്പോഴോ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുള്ളപ്പോഴോ, നമ്മുടെ ഫാമിലിയിലൊക്കെ ഉള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ സഭയിൽ ഇതൊക്കെയാണെങ്കിലും നമ്മളോട് ഒരാൾ സുഖമെന്ന് ചോദിച്ചാൽ, എനിക്കാണെങ്കിൽ ഞാൻ എന്റെ സുഖം അല്ലെങ്കിൽ ഞാൻ സുഖം അല്ലെന്ന് തന്നെ പറയും. ആമേൻ, സ്തോത്രം. അപ്പം ഇതിനകത്തുനിന്ന് ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് തരുന്നത് ഒരു പോസിറ്റീവ് വേയിൽ നമുക്ക് ആൻസർ ചെയ്യുവാനായിട്ടുള്ള ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് ഇതിനകത്തുനിന്ന് പഠിക്കുവാൻ തക്കോണം കഴിയും, പ്രാർത്ഥിക്കാൻ കഴിയും. അവൾ പർവ്വതത്തിൽ ദൈവപുരുഷന്റെ അടുക്കിലെത്തിയപ്പോൾ അവന്റെ കാൽ പിടിച്ചു. ഗേഹസി അവളെ മാറ്റുവാൻ അടുത്ത് എന്നാറെ ദൈവപുരുഷൻ, അവളെ വിടുക, അവൾക്ക് വലിയ മനോവ്യസനമുണ്ട്, യഹോവ അതെന്നെ അറിയിക്കാതെ മറച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ, സ്തോത്രം. ഇച്ചിരി മുൻപേ അവൾ പറഞ്ഞു, എനിക്ക് സുഖമാണ്. പക്ഷെ ദൈവപുരുഷന് അവളെ കണ്ടപ്പോൾ മനസ്സിലായി, ഇവൾക്ക് മനോവ്യസനമുള്ളതായ ഒരു വ്യക്തിയാണെന്ന്. ഹല്ലേലൂയ. അതെങ്ങനെയാണ്? ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ഇങ്ങനെയാണ്. നമ്മൾ പലപ്പോഴും എല്ലാം സുഖമാണ് സുഖമാണെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഇന്നർ ഇന്നർ നമ്മുടെ ഉള്ളിനകത്തെ കാണുന്നതായ ഒരു കർത്താവ് നമ്മളോട് കൂടെയുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ യജമാനോടൊരു മകനെ ചോദിച്ചിരുന്നോ? അപ്പൊ അവള് ചോദിക്കുകയാണ്. അപ്പൊ ഓർത്തോണം, നമ്മൾ ആദ്യം വായിച്ച വാക്യം അതാണ്. നീ എന്നെ ചതിക്കരുതെന്നാണ് അവിടെ ആദ്യം പറഞ്ഞത്. നീ എന്നോട് ഇങ്ങനെ ഫോഷ്ക്ക് പറയരുതേ എന്ന് അവള് പറഞ്ഞു. എന്നിട്ട് അവള് പറയണേ, ഞാൻ യജമാനോടൊരു മകനെ ചോദിച്ചിരുന്നുവോ? എന്നെ ചതിക്കരുത് എന്ന് ഞാൻ പറഞ്ഞില്ലയോ എന്ന് അവൾ പറഞ്ഞു. ഹല്ലേലൂയ, സ്തോത്രം. അവിടെയാണ് അവൾ പിടിച്ചത്. ഹല്ലേലൂയ. അവള് പറയാണ്, ഞാൻ ചോദിച്ചിട്ടൊന്നും അല്ല നീ കൊച്ചിനെ തന്നത്. ആമേൻ. അന്നേ ഞാൻ പറഞ്ഞു നിന്നോട്, എന്നെ ഒന്ന് ചതിക്കരുത്. ഹല്ലേലൂയ, സ്തോത്രം. അവൾക്ക് മനസ്സിലായടോ, ഇത് ഒരു ചതിയായി പോയെന്ന്. ആമേൻ. അതുകൊണ്ടാണ് അവൾ പെട്ടെന്ന് ഓടി പോയത്. അപ്പൊ നമ്മൾ ഓർത്തോണം, നമ്മുടെ ജീവിതത്തിലും കർത്താവ് ഒരു നന്മയൊക്കെ തരുമ്പോൾ നമ്മൾ പ്രാപിക്കുമ്പോൾ, അത് എടുക്കപ്പെടുമ്പോൾ നമുക്ക് ദൈവത്തോട് തിരിച്ചു ചോദിക്കാം, കർത്താവ് അന്ന് നീ പറഞ്ഞില്ലല്ലോ, ഞാൻ ചോദിച്ചിട്ടില്ലല്ലോ ഇത് തന്നെ. ഹല്ലേലൂയ. ഞാൻ ചോദിക്കാതെ തന്ന നമ്മുടെ സന്തതികളുടെയൊക്കെ കാര്യത്തിലാണേലും, ഞാൻ എപ്പോഴും പറയാറുണ്ട്, എന്റെ 3rd ചൈൽഡ് ക്രിസ്റ്റഫർ ആണ്. ഞാൻ ചോദിക്കാതെ കിട്ടിയ ഒരു കുഞ്ഞാ. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ ചോദിച്ചേ ഇല്ല, പക്ഷെ കർത്താവ് തന്നതാണ്. അപ്പം എനിക്ക് തിരിച്ചങ്ങോട്ട് ദൈവത്തോട് പറയാം, ദൈവമേ നീ എന്തിനാ എന്നെ ചതിച്ചത്? ഞാൻ പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, എന്തിനിത് ചതി ഉണ്ടായി? ഹല്ലേലൂയ.
ഞാൻ ആ കുഞ്ഞിനെ ചോദിച്ചതല്ല, കർത്താവ് തന്നതാണ്. ഹല്ലേലൂയ. അപ്പൊ നമുക്ക് അധികാരമുണ്ട്. ദൈവത്തിന്റെ സന്നിധാനത്തിൽ അത് ചെന്ന് പറഞ്ഞ് നമുക്കത് പ്രാപിക്കാൻ തക്കവണ്ണം സാധിക്കും. ഹല്ലേലൂയ. ഉടനെ അവൻ ഗേഹസിയോട്, നീ അര കെട്ടി എന്റെ വടിയും കയ്യിലെടുത്ത് പോക. നീ ആരെയെങ്കിലും കണ്ടാൽ വന്ദനം ചെയ്യരുത്. നിന്നെ വന്ദനം ചെയ്താൽ പ്രതിവന്ദനം പറയുകയും വരുത്. എന്റെ വടി ബാലന്റെ മുഖത്ത് വെക്കണം എന്ന് പറഞ്ഞു. ഹല്ലേലൂയ, സ്തോത്രം. അപ്പം ഈ ഗേഹസിയെ വിടുമ്പോൾ ഈ പ്രവാചകൻ എലിശ പറയാണ്, നീ ആരോടും വന്ദനം ഒന്നും പറയരുത്. അപ്പൊ പലപ്പോഴും ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, നമുക്ക് ഒരു നല്ലൊരു ഒരു ഹീലിംഗ് മിനിസ്ട്രിയോ അല്ലെങ്കിൽ നമ്മളൊരു ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി പോവുകയൊക്കെ ചെയ്യുമ്പോൾ പലപ്പോഴും പലരോടും മിണ്ടാതിരിക്കുന്നതാണ് നല്ലത്. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ ഫോക്കസ് ആയിരിക്കണം. അതിന്റെ അർത്ഥം ഫോക്കസ് ആയിരിക്കണം. കർത്താവ് എന്ത് പറയുന്നു, കർത്താവിന്റെ നാമത്തിന് മഹത്വം വരുന്നത് നമ്മൾ പറയാൻ തക്കോണം നമ്മൾ ഫോക്കസ് ആയിരിക്കണം. ഹല്ലേലൂയ. എന്നാൽ ബാലന്റെ അമ്മ, യഹോവയാണ് നിന്റെ ജീവനാണ്, ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ എഴുന്നേറ്റ് അവളോടുകൂടെ പോയി. ഹല്ലേലൂയ, സ്തോത്രം. പിന്നെയും നമുക്ക് കാണാം, ഈ പെർസിസ്റ്റന്റ് ആണ് ഈ വുമൺ. ഹല്ലേലൂയ. അവള് പറയണ, നീയാണ് എന്നെ ചതിച്ചത്, നീയാണ് എനിക്ക് ഈ ഗിഫ്റ്റ് തന്നത്, ഞാൻ പറയാതെ കിട്ടിയ ഒരു ഗിഫ്റ്റ് ആണ്, നീ എന്റെ കൂടെ വന്നേ ഒക്കുള്ളൂ. ഹല്ലേലൂയ. ഗേഹസി അവർക്ക് മുൻപായി ചെന്ന് വടി ബാലന്റെ മുഖത്ത് വെച്ചു. എങ്കിലും ഒരു അനക്കമോ ഉണർച്ചയോ ഉണ്ടായില്ല. കാര്യം ഈ സ്ത്രീ ഒരു ഭയങ്കര മിടുക്കിയായ ഒരു സ്ത്രീ തന്നെയാണ്. അവൾക്കറിയാം ഈ പിന്നെ ഈ ഗേഹസി ചെന്നാൽ അത് ശരിയാകത്തില്ലെന്ന്. കാര്യം ഗേഹസി അവർക്ക് മുമ്പായിട്ട് പോയി വടി വെച്ച് നോക്കി. അല്ല, അപ്പൊ ഈ പ്രവാചകൻ അവിടെ ചെല്ലുന്നതിന് മുമ്പേ എങ്കിലും ഉണരുകയാണെങ്കിൽ ഈ കൊച്ചിനെ പിന്നെ ഈ പ്രവാചകൻ അവിടെ വരെ പോകണ്ടായല്ലോ എന്നുള്ള ഒരു രീതിയിൽ അയാള് ഓടിച്ചെന്ന് മുഖത്തൊക്കെ വെച്ചു. പക്ഷെ എങ്കിലും ഒരു അനക്കമോ ഉണർച്ചയോ ഉണ്ടായില്ല. അതുകൊണ്ട് അവനെ എതിരേൽപ്പാൻ മടങ്ങിച്ചെന്നു. ബാലൻ ഉണർന്നില്ല എന്ന് അറിയിച്ചു. എലീശ വീട്ടിൽ വന്നപ്പോൾ തന്റെ കട്ടിൽമേൽ ബാലൻ മരിച്ചു കിടക്കുന്നത് കണ്ടു. താനും ബാലനും മാത്രം അകത്തുണ്ടായിരിക്കെ അവൻ വാതിലടച്ച് യഹോവയോട് പ്രാർത്ഥിച്ചു. പിന്നെ അവൻ കയറി ബാലന്റെ മേൽ കിടന്നു. തന്റെ വായ് ബാലന്റെ വായ്മേലും തന്റെ കണ്ണ് അവന്റെ കണ്ണിന്മേലും തന്റെ ഉള്ളം കൈകൾ അവന്റെ ഉള്ളം കൈകളിന്മേലും വെച്ച് അവന്റെ മേൽ കവിണ് കിടന്നപ്പോൾ ബാലന്റെ ദേഹത്തിന് ചൂട് പിടിച്ചു. അവൻ ഇറങ്ങി മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നടന്നിട്ട് പിന്നെയും കയറി അവന്റെ മേൽ കവിണ് കിടന്നു. അപ്പോൾ ബാലൻ 7 പ്രാവശ്യം തുമ്മി കണ്ണു തുറന്നു. അവൻ ഗേഹസിയെ വിളിച്ച് ശൂനേംകാരത്തിയെ വിളിക്ക എന്ന് കൽപ്പിച്ചു. അവൻ അവളെ വിളിച്ചു. അവൾ അവന്റെ അടുക്കൽ വന്നപ്പോൾ അവൻ, നിന്റെ മകനെ എടുത്തുകൊണ്ട് പോയിക്കൊള്ളുക എന്ന് പറഞ്ഞു. അവൾ അകത്തി എന്ന് അവന്റെ കാൽക്കൽ സാഷ്ടാംഗം വീണ് നമസ്കരിച്ച് തന്റെ മകനെ എടുത്തുകൊണ്ടുപോയി. ആമേൻ, ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതായ സ്റ്റോറിയാണ്. ഹല്ലേലൂയ. പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്, ഈ എലീശ ചെയ്തത് ഈ ഈ ഈ ഈ കൊച്ചിന്റെ പുറത്ത് കയറി കിടക്കുക, വടിയൊന്നും വെച്ചിട്ടൊന്നും സൗഖ്യമായില്ല. നമ്മളായിരുന്നെങ്കിൽ അന്നേരം തന്നെ സ്ഥലം വിട്ടേനെ. ഓഹ്, ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. ഹല്ലേലൂയ. അവിടെ ആ പ്രവാചകൻ അവിടെ ക്വിറ്റ് ചെയ്യുന്നില്ല. അത് പ്രാപിച്ചിട്ടേ ഞാൻ ഇവിടുന്ന് പോകത്തുള്ളെന്ന ഒരു ഡിറ്റർമിനേഷൻ ആ മനുഷ്യനും ഉണ്ടായി. കാര്യം എന്താണെന്നറിയാമോ? ആ വാക്കാണ്, നീ എന്നെ ചതിക്കരുതെന്ന് ഞാൻ അന്നേ പറഞ്ഞതല്ലേ. നീ എന്നെ ചതിച്ചു, ഈ ഗിഫ്റ്റ് തന്നിട്ട് നീ എടുത്തു. ഹല്ലേലൂയ, സ്തോത്രം. അപ്പം അവൾ ആ വാക്കിന്റെ മേലാണ് പിടിച്ചത്. പലപ്പോഴും ദൈവത്തിന്റെ ആത്മാവും നമുക്ക് തരുന്ന പല വാക്കുകളും നമ്മൾ മറന്നുപോകും. ഹല്ലേലൂയ. അതിന്റെ മേൽ പിടിച്ചോണം. ദൈവത്തിന്റെ വചനത്തിന്റെ പ്രോമിസസ് കർത്താവ് തന്നിരിക്കും. കർത്താവ്, നീ എന്നോട് പറഞ്ഞതാണ്. ഹല്ലേലൂയ. ഞാൻ ക്രിസ്റ്റഫറിന്റെ വിഷയത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, നീ എന്നോട് പറഞ്ഞതാണ്. ഈ കർത്താവ് ദൈവവേലയ്ക്ക് വേണ്ടി നമ്മൾ പോകുമ്പോൾ, അല്ലെ ഈ ഈ എന്നോട് ദൈവാത്മാവ് സംസാരിച്ചത് ആ കഴുതയും കുട്ടിയെയും അഴിച്ചോണ്ട് വരാൻ. നിങ്ങളെല്ലാവരും കേട്ടാണ്, അന്ന് എനിക്ക് ദൈവത്തിന്റെ ശബ്ദം ഞാൻ അന്ന് സ്പഷ്ടമായിട്ട് കേട്ടു. ഒരു വിധത്തിലും എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കാത്തതായ ആ സമയത്ത് ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, കഴുതയും കുട്ടിയെയും അഴിച്ചുകൊണ്ട് വരാനല്ലേ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പം നമ്മൾ ദൈവത്തിന് വേണ്ടി മുൻപോട്ട് പോകുമ്പോൾ ദൈവത്തിന് നമ്മുടെ കുഞ്ഞുങ്ങളെ പറ്റിയും പ്ലാൻ ഉണ്ട് ദൈവമക്കളെ. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വരുന്ന നിരാശകളും നമ്മുടെ ജീവിതത്തിൽ വരുന്നതായ പ്രയാസങ്ങളും കണ്ടുകൊണ്ട് നിലവിളിച്ചുകൊണ്ടിരിക്കാതെ, ഈ ഒരു ശൂനേംകാരത്തി സ്ത്രീയെ പോലെയൊക്കെ നമുക്ക് ദൈവത്തിന്റെ വാക്തത്വങ്ങളെ പിടിച്ച്, അല്ലെങ്കിൽ കർത്താവിനെ വീണ്ടും ഓർപ്പിച്ച് നമ്മളുടെ വാക്തത്വങ്ങൾ പ്രാപിച്ചെടുക്കുവാൻ ദൈവം ദിവസങ്ങളിൽ ഇടയാക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.